ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കനത്ത പരാജയം. നിതീഷ് ലല്ലു നയിച്ച മഹാസഖ്യത്തിന് വൻ വിജയം. ബിജെപിക്ക് മുൻ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച സീറ്റ് പോലും നിലനിർത്താനായില്ല. ലല്ലു പ്രസാദ് യാദവിന്റെ ആർജെഡി ബീഹാറിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. വർഗീയ പ്രചരണങ്ങൾക്കും മോദിയുടെ റാലികൾക്കും കേന്ദ്ര പാക്കേജിനുമൊന്നും ബീഹാറിൽ ബിജെപിയെ രക്ഷിക്കാനായില്ല. 243 അംഗ ബീഹാർ നിയമസഭയിൽ കേവല ഭൂരിപക്ഷമായ 123 അനായാസം മറികടന്ന് മഹാസഖ്യം അധികാരത്തിലേക്ക്. 2005 മുതൽ മുഖ്യമന്ത്രിയായിരുന്ന നിതീഷ് കുമാർ ഹാട്രിക് വിജയത്തോടെ മുഖ്യമന്ത്രിയാകും. 2010 91 സീറ്റ് നേടിയ ബിജെപിക്ക് 20ലേറെ സിറ്റിംഗ് സീറ്റുകൾ നഷ്ടമായി. 1.5 വർഷം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ ജനപിന്തുണ ആർജിക്കാൻ മോദി അമിത്ഷാ സഖ്യത്തിന്റെ പ്രചാരണങ്ങൾക്ക് കഴിഞ്ഞില്ല. ജാതി വോട്ടുകൾ വിജയം നിശ്ചയിക്കുന്ന ബീഹാറിൽ ദളിത് യാദവ് വിഭാഗവും ന്യൂനപക്ഷ വിഭാഗങ്ങളും മഹാസഖ്യത്തിനൊപ്പം നിന്നു. എൻഡിഎയിലെ ദളിത് മുഖമായ ജിതിൻ റാം മാഞ്ചിക്കോ രാംവിലാസ് പാസ്വാനോ വലിയ തോതിൽ നിയമസഭാ സീറ്റുകൾ നേടാനായില്ല. 2 കോടി വരുന്ന 30 വയസ്സിന് താഴെയുള്ള യുവ വോട്ടർമാരുടെ പിന്തുണയാർജിക്കാനും നിതീഷ് കുമാറിനായി. ലാലു പ്രസാദ് യാദവിന്റെ ആർജെഡി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. ആദ്യമായി മത്സരിച്ച ലാലുവിന്റെ 2 ആൺമക്കളും വിജയിച്ചു. മുസ്ലിം സ്വാധീന മേഖലയായ സീമാഞ്ചലിലെ 57 സീറ്റുകളിലെ ഭൂരിപക്ഷവും ജെഡിയുവിനോടൊപ്പം നിന്നു. സംസ്ഥാന നേതാക്കളെ ഒഴിവാക്കി നരേന്ദ്രമോദി നേരിട്ടാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിച്ചത്. അതുകൊണ്ട് തന്നെ ബീഹാറിലെ ബിജെപി പരാജയം മോദി പരാജയമായി വിലയിരുത്തപ്പെടുന്നു. ജനതാ പാർട്ടികളുടെ ഏകീകരണത്തിലൂടെ ബിജെപിക്കെതിരെ മതേതര സഖ്യമെന്ന നിതീഷ് കുമാറിന്റെ പരീക്ഷണ വിജയവുമായി ബീഹാറിലെ ഫലം. വൻ മുന്നേറ്റം നടത്താനാണ് നിതീഷ് ലാലു സഖ്യത്തിന് കഴിഞ്ഞിരിക്കുന്നത്. ഭരണ തുടർച്ച നടത്താൻ ഇനി നിതീഷ് കുമാറിന് കഴിയും. ബീഹാർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്നും ക്യാമറമാൻ രാജീവ് കർണാടിക്കൊപ്പം സന്തോഷ് സർലിംഗ്. നിതീഷ് കുമാർ തന്നെ ബീഹാറിൽ മുഖ്യമന്ത്രിയാകുമെന്ന് ലല്ലു പ്രസാദ് യാദവ് പറഞ്ഞു. नीतीश कुमार के नेतृत्व में बिहार का तरक्की विकास तेजी से हम लोग मिल करके बिहार को हम नेशनल मैप पर हम लोग ले जाएंगे और साथ ही साथ नौजवान हमारे हैं यहाँ नीतीश कुमार जी बखूबी सरकार को चलाएंगे और हम बिहार को हम लोग सब मिलके पूरा देशवासियों को मैं जो सारे लोग टकटकी लगा के देख रहे थे, बिहार ने नया दिशा दिया, नया डायरेक्शन दिया देश को और पूरे देश में हम दौरा करेंगे, हम फिर रहेंगे. ബീഹാറിലെ വിജയം കേന്ദ്രത്തിൽ പ്രതിപക്ഷത്തിന്റെ ശക്തമായ ആവശ്യമാണ് ചൂണ്ടിക്കാട്ടുന്നത് എന്ന് നിതീഷ് കുമാറും പ്രതികരിച്ചു. और सबकी निगाहें बिहार पर टिकी हुई थी कि बिहार में परिणाम अच्छे आएंगे तो इसका नेशनल इम्पैक्ट होगा. और मैं समझता हूं कि लोकतंत्र के प्रति लोगों की जो निष्ठा है और आस्था है, और लोकतंत्र में कोई नहीं चाहता किसी को सत्ता सौंपने के बाद भी लोग यह नहीं चाहते हैं कि विपक्ष कमजोर हो. लोग चाहते हैं कि विपक्ष भी इतना स्ट्रांग रहे, मजबूत रहे कि सरकार ठीक ढंग से काम करे. RSS മേധാവി മോഹൻ ഭഗവത്തിന്റെ സംവരണ വിരുദ്ധ പ്രസ്താവനയും ബിജെപിയുടെ ദളിത് വിരുദ്ധതയുമാണ് ബീഹാറിൽ മോദി അമിത്ഷാ കൂട്ടുകെട്ടിന് കനത്ത തിരിച്ചടി നൽകിയത്. ബിജെപി ജയിച്ചാൽ പാകിസ്ഥാനിൽ പടക്കം പൊട്ടുമെന്ന അമിത്ഷായുടെ പ്രസ്താവന ബിജെപിയുടെ പതനത്തിന് ആക്കം കൂട്ടി. ബീഹാറിലെ ബിജെപിയുടെ മഹാപരാജയം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ വൻതോതിൽ സ്വാധീനിക്കും. എന്നും ജാതി രാഷ്ട്രീയമാണ് പാടലിപുത്രത്തിന്റെ ഗതിവിഗതികൾ നിർണയിച്ചത്. ബീഹാർ രാഷ്ട്രീയം അതിന്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലാണ് മോഹൻ ഭഗവതിന്റെ സംവരണ വിരുദ്ധ പ്രസ്താവന വരുന്നത്. ഇത് ജെഡിയു ആർജെഡി സഖ്യത്തിന് നിർണായകായുധമായി മാറുകയായിരുന്നു. മാഞ്ചിയെയും പാസ്വാനെയും ഒപ്പം കൂട്ടി സവർണ പാർട്ടി എന്ന പ്രതിച്ഛായ മാറ്റി ദളിതരടക്കമുള്ളവരെ ഒപ്പം നിർത്താനായിരുന്നു ബിജെപിയുടെ ശ്രമം. ഈ നീക്കം പൊളിച്ചുകൊടുത്തതാകട്ടെ RSS മേധാവിയും. ബീഫ് കഴിച്ചുവെന്നാരോപിച്ച് അഖ്ലാഖിനെ ഹിന്ദുവർഗീയവാദികൾ തല്ലിക്കൊന്നതും ഫരീദാബാദിൽ 2 ദളിത് കുട്ടികളെ ചുട്ടുകൊന്നതും പിന്നോക്ക വോട്ടുകൾ ബിജെപിക്ക് അന്യമാക്കി. വെന്തുമരിച്ച കുഞ്ഞുങ്ങളെ പട്ടികളോട് ഉപമിച്ച കേന്ദ്രമന്ത്രി VK സിംഗിന്റെ പരാമർശവും ബീഹാറിൽ ബിജെപിയുടെ അന്ത്യം കുറിക്കുന്നതിലേക്കെത്തി. യുപിയിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയം ആസന്നമാകുന്ന ഒരു മഹാപരാജയത്തിന്റെ മുന്നോടിയായിരുന്നു ബിജെപിക്ക്. വാരണാസിയിലെ തിരിച്ചടി മോദി പ്രഭാവം മങ്ങിയതിന്റെ സൂചനയാണ്. താഴെത്തട്ടിലേക്ക് വരെ ഇറങ്ങിച്ചെന്നുകൊണ്ട് താരപരിവേഷത്തിൽ മോദി നടത്തിയ പ്രചാരണ റാലികളിൽ 10,000ങ്ങളെ അണിനിരത്തിയെങ്കിലും അതൊന്നും വോട്ടായി മാറിയില്ല.
ഹിന്ദുത്വത്തിന്റെ പേരിൽ മോദി സർക്കാർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച വർഗീയ അജണ്ട എല്ലാ വിഭാഗം ജനങ്ങളും ഏകമനസ്സോടെ തള്ളിയെന്നാണ് ബീഹാർ ഫലം ചൂണ്ടിക്കാട്ടുന്നത്. ബീഹാറിൽ BJP തരംഗം തകർത്തത് നിതീഷ് കുമാറിന്റെ വ്യക്തിപ്രഭാവമാണ്. ഇനി ദേശീയ തലത്തിലേക്കാണ് തന്റെ ശ്രദ്ധയെന്ന് നിതീഷ് പ്രഖ്യാപിക്കുമ്പോൾ അത് ഉയർന്നുവരാനിടയുള്ള ഒരു BJP വിരുദ്ധ മുന്നണിയുടെ ഉദയത്തെയാണ് കുറിക്കുന്നത്. പൊളിറ്റിക്കൽ ഡെസ്ക്. നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടിനേറ്റ കനത്ത പരാജയമായി കൂടിയാണ് ബീഹാർ ജനവിധി വിലയിരുത്തപ്പെടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നതും സമീപകാല തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ജാതി സംഘടനകളെ ഒപ്പം കൂട്ടിയും വർഗീയ വേർതിരിവുണ്ടാക്കിയും വോട്ടുകൾ കേന്ദ്രീകരിക്കാമെന്ന അമിത്ഷാ തന്ത്രം. പ്രാദേശിക നേതാക്കൾക്ക് പുല്ലുവില നൽകി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് നരേന്ദ്രമോദി നേരിട്ട് നടത്തിയ തിരഞ്ഞെടുപ്പ് പ്രചരണം. വെന്നിക്കൊടി പാറിക്കാമെന്ന കണക്കുകൂട്ടലിൽ മോഡി അമിത്ഷാ ദ്വയം മാസങ്ങൾക്ക് മുമ്പേ തന്ത്രങ്ങൾ മെനഞ്ഞ് നടത്തിയ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പരാജയപ്പെടുന്നതാണ് ബീഹാറിൽ കണ്ടത്. മോദി അമിത്ഷാ സഖ്യത്തിൻ്റെ വമ്പൻ പരാജയമാണ് അവിടെ ഉണ്ടായത്. മതജാതി ശക്തികളെ ഒരുമിപ്പിച്ച് അധികാരത്തിൽ വരിക എന്ന തന്ത്രമാണ് മോദിയും അമിത്ഷായും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരീക്ഷിച്ചത്. അത് ആവർത്തിക്കാനാണ് ഇപ്പോൾ ബീഹാറിലും കേരളത്തിലും ശ്രമിച്ചത്. കേരളത്തിലും ആ ശ്രമം പരാജയപ്പെട്ടു. ബീഹാറിൽ പരാജയപ്പെട്ടു. പ്രധാനമന്ത്രിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുകൂടിയാണ് ബീഹാർ ജനവിധി നൽകുന്ന സന്ദേശം. തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് ബീഹാറിന് 1,25,000 കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ചതും പിന്നീട് നടത്തിയ 31 തിരഞ്ഞെടുപ്പ് റാലികളിൽ നടത്തിയ വാഗ്ദാന പെരുമഴയും ബീഹാർ ജനത വിശ്വാസത്തിലെടുത്തില്ല. ദില്ലി നിയമസഭ, കേരളം, ഉത്തർപ്രദേശ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ്, ബീഹാർ നിയമസഭ തുടങ്ങി സമീപകാലത്ത് നടന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം മോഡി അമിത്ഷാ തന്ത്രങ്ങൾ പാളി. വികസനവും കരുതലും വാഗ്ദാനം ചെയ്ത് അധികാരത്തിലെത്തിയ മോഡി അസഹിഷ്ണുത മുഖ്യപരിപാടിയാക്കിയപ്പോഴാണ് അധികാരത്തിലെത്തിയ ജനങ്ങൾ തന്നെ തിരിച്ചടി നൽകാൻ തുടങ്ങിയത്. BJPയുടെ കീഴ്പോട്ടുള്ള വളർച്ച മാത്രമല്ല സമീപകാല ജനവിധികൾ നൽകുന്ന സന്ദേശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായക്ക് മങ്ങലേറ്റിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം കൂടിയാണ്. നരേന്ദ്രമോദി അമിത്ഷാ അപ്രമാദിത്വം വരും ദിവസം മുന്നണിയിലും പാർട്ടിയിൽ തന്നെയും ചോദ്യം ചെയ്യപ്പെടുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ദില്ലിയിലെ BJP ആസ്ഥാനത്തു നിന്നും M. സന്തോഷ്. വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിന് ബീഹാർ വിജയം കരുത്തു പകരുമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ വ്യക്തമാക്കി. നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് നയങ്ങൾക്കൊപ്പമല്ല ഇന്ത്യൻ ജനതയെന്ന് സൂചിപ്പിക്കുന്ന വിധിയാണ് ബീഹാറിലേതെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. ജനാധിപത്യ മതേതര കക്ഷികളുടെ കൂട്ടായ്മയുടെ ആവശ്യമാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠം. ലലു പ്രസാദ് യാദവിനെയും നിതീഷ് കുമാറിനെയും അഭിനന്ദിച്ച VS ഇമെയിൽ സന്ദേശവും അയച്ചു. ബീഹാറിൽ ജയം പ്രതീക്ഷിച്ച BJP 100 കിലോ മധുര പലഹാരങ്ങളും പടക്കങ്ങളും ഓർഡർ ചെയ്തിരുന്നു. വിജയപ്രതീക്ഷയിൽ പടക്കം പൊട്ടിച്ച BJP പിന്നീട് LK അദ്വാനിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചായിരുന്നു എന്ന് പറഞ്ഞ് മുഖം രക്ഷിക്കേണ്ടി വന്നു. തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ BJPക്കുണ്ടായ മുൻതൂക്കം അവസാനം വരെ തുടരുമെന്ന പ്രതീക്ഷയിലായിരുന്നു BJP പ്രവർത്തകർ. ഫലം പൂർണ്ണമായും വരും മുമ്പ് ആദ്യ മണിക്കൂറിൽ തന്നെ ആഘോഷവുമായി BJP പ്രവർത്തകർ നിരത്തിലിറങ്ങുകയും ചെയ്തു. എന്നാൽ പെട്ടെന്ന് ഫലസൂചനകൾ മാറിമറിയുകയും NDAയെ പിന്നിലാക്കി മഹാസഖ്യം കുതിക്കുകയുമായിരുന്നു. ബീഹാറിൽ ജയിക്കുമെന്ന മോഹത്തിൽ BJP ആഘോഷത്തിനായി 100 കിലോ മധുര പലഹാരങ്ങളും വാങ്ങി. ഫലസൂചനകൾ അനുകൂലമായ സാഹചര്യത്തിലാണ് മധുര പലഹാരങ്ങൾ പാർട്ടി വാങ്ങിക്കൂട്ടിയത്. വൻതോതിൽ പടക്കവും വാങ്ങിവെച്ചിരുന്നു. ആദ്യ സൂചനകൾ അനുകൂലമായതോടെ പടക്കം പൊട്ടിക്കാനും തുടങ്ങി. എന്നാൽ ഫലം മാറിമറിഞ്ഞ് മഹാസഖ്യം അധികാരമുറപ്പിച്ചപ്പോൾ പൊട്ടിച്ച പടക്കമൊക്കെയും LK അദ്വാനിയുടെ പിറന്നാൾ ആഘോഷിക്കാനായിരുന്നുവെന്നും മധുരം വാങ്ങിയതും പിറന്നാൾ പ്രമാണിച്ചാണെന്നും പറഞ്ഞ് ചമ്മൽ മറയ്ക്കാനാണ് പാർട്ടിയുടെ ശ്രമം. വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് മുൻപ് BJP പ്രവർത്തകർ വിജയത്തിനായി യാഗവും നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്. മുസ്ലിം ലീഗ് അടിയന്തര നേതൃയോഗവും ജില്ലാ കമ്മിറ്റിയും നാളെ പാണക്കാട് തങ്ങളുടെ വസതിയിൽ ചേരും. കോൺഗ്രസുമായുള്ള തർക്കം തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയ സാഹചര്യത്തിലാണ് യോഗം ചേരുന്നത്. മലപ്പുറത്ത് കോൺഗ്രസുമായി ഏറ്റുമുട്ടിയപ്പോൾ പ്രതീക്ഷിക്കാത്ത പരിക്കാണ് മുസ്ലിം ലീഗിനുണ്ടായത്. മുസ്ലിം ലീഗിന്റെ കോട്ടയായ കൊണ്ടോട്ടി നഗരസഭ കൈവിട്ടു. UDFനും ക്ഷീണം. 2010 100-ൽ 8 LDF ഇപ്പോൾ 27 പഞ്ചായത്തുകൾ കൊണ്ടുപോയി. കൂടെ 3 നഗരസഭയും. കൊണ്ടോട്ടിയിലും പരപ്പനങ്ങാടിയിലും ലീഗിനെ വീഴ്ത്താൻ UDFന് പുറത്തുള്ളവരുമായി കോൺഗ്രസ് സഖ്യമുണ്ടാക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് വിഴുപ്പലക്കേണ്ടെന്നും ചർച്ചകൾ ഫലം വന്ന ശേഷമാവാമെന്നായിരുന്നു നേതാക്കളുടെ നിലപാട്. ഫലം വന്നതോടെ ഇരു പാർട്ടികൾക്കുമിടയിലെ അകലവും കൂടി. മലപ്പുറത്തിന് ഐക്യത്തിന്റെ ആവശ്യമില്ലെന്ന നിലപാടാണ് മുസ്ലിം ലീഗ് ജില്ലാ നേതാക്കൾക്കുള്ളത്. യോഗത്തിലെ പ്രധാന ചർച്ചയും UDFിലെ ഭിന്നിപ്പ് തന്നെ. ലീഗ് അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി തങ്ങളുടെ വസതിയിലാണ് യോഗം. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. UDFിലെ സംഘടനാ ദൗർബല്യമാണ് പരാജയത്തിന് കാരണമെന്ന് ET മുഹമ്മദ് ബഷീർ അഭിപ്രായപ്പെട്ടു. ബാർക്കോഴ വിവാദം ജനവിധിയെ ബാധിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
അത് ഉണ്ടായില്ല. അതുണ്ടാവാത്തത് അതിൻ്റെ ആ സംഘടനാപരമായിട്ടുള്ള ഒരു ദൗർബല്യത്തിൻ്റെ ഒരു സംഗതി അതിലുണ്ട്. അത് അതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതൊക്കെ എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അനുഭവങ്ങളിൽ നിന്നെല്ലാം പാഠം പഠിച്ചുകൊണ്ട് അത് റിപ്പയർ ചെയ്തെടുക്കണം. അതാണ് എൻ്റെ സംഗതി. കോൺഗ്രസുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP മുന്നേറിയതെന്ന് CPIM ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രൻ. മന്ത്രി VS ശിവകുമാറാണ് കൂട്ടുകെട്ടിന് നേതൃത്വം നൽകിയതെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വോട്ടുകൾ ലക്ഷ്യം വെച്ചാണ് ഇതെന്നും കടകംപള്ളി ആരോപിച്ചു. തിളക്കമാർന്ന വിജയമെന്ന് BJP അവകാശപ്പെടുമ്പോഴും കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിന് തിരുവനന്തപുരം കോർപ്പറേഷൻ വേദിയായെന്ന് വോട്ടിംഗ് കണക്കുകൾ സൂചിപ്പിക്കുന്നു. BJPക്ക് വേണ്ടി വൻതോതിൽ കോൺഗ്രസ് വോട്ട് മറിച്ചുവെന്ന LDFിന്റെ വാദം ശരിവയ്ക്കുന്നതാണ് UDFന് ഓരോ വാർഡിലും ലഭിച്ച വോട്ടുകളുടെ എണ്ണം. 6000 മുതൽ 7000 വരെ ശരാശരി വോട്ടുകളുള്ള ഓരോ വാർഡിലും കോൺഗ്രസിന് 1500 പരം വോട്ടുകളുണ്ട്. എന്നാൽ BJP ജയിച്ചു കയറിയ മിക്ക സീറ്റുകളിലും കോൺഗ്രസിന് ലഭിച്ചതാകട്ടെ 200 മുതൽ 600 വരെ വോട്ടുകൾ മാത്രമാണ്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് BJPയുടെ സഹായത്തോടെ വീണ്ടും ജനവിധി അനുകൂലമാക്കാൻ മന്ത്രി VS ശിവകുമാർ നടത്തിയ വോട്ട് കച്ചവടത്തിന്റെ തെളിവാണ് BJPയുടെ വിജയമെന്ന് CPIM ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. കോൺഗ്രസും BJPയും ഈ തിരുവനന്തപുരത്ത് MLAയും മന്ത്രിയുമായിട്ടുള്ള ശിവകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ അവിഹിതമായിട്ടുള്ള ഒരു ഇടപെടലാണ് BJPക്ക് 35 സീറ്റ് നഗരത്തിൽ കരസ്ഥമാക്കുന്നതിന് സഹായിച്ചത്. ശിവകുമാറും തിരുവനന്തപുരം നഗരത്തിലെ ചില MLAമാരും കോൺഗ്രസിനെ വിശ്വസിക്കുന്നതിനേക്കാൾ BJP വിശ്വസിക്കുന്നവരാണ്. പകൽ കോൺഗ്രസും രാത്രി RSSും BJPയുമായിട്ട് പ്രവർത്തിക്കാനാണ് അവർക്ക് താല്പര്യം. കോൺഗ്രസ് BJP അവിശുദ്ധ ബാന്ധവത്തിന്റെ കുത്തൊഴുക്കിലും ജില്ലയിലെന്ന പോലെ കോർപ്പറേഷനിലും മേൽക്കൈ നേടാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞുവെന്നും BJP ജനങ്ങളോടല്ല കോൺഗ്രസിനോടാണ് നന്ദി പറയേണ്ടതെന്നും കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി. ശക്തമായ മതേതര നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് LDF മുന്നോട്ടു പോകുമെന്നും ഉചിതമായ സമയത്ത് അനുയോജ്യനായ വ്യക്തിയെ മേയർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുമെന്നും കടകംപള്ളി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് UDFന്റെ തകർച്ചയ്ക്ക് പിന്നാലെ ഘടകകക്ഷികളുടെ നിലനിൽപ്പും ചോദ്യം ചെയ്യപ്പെടുന്നു. മാണി വിഭാഗത്തിനും RSPക്കും ഗണ്യമായ നഷ്ടം ഉണ്ടായി. കളം മാറി ചവിട്ടിയ AA അസീസിന്റെയും കോവൂർ കുഞ്ഞുമോന്റെയും മണ്ഡലങ്ങളിൽ RSPക്ക് ഭൂരിപക്ഷം നഷ്ടമായി. LDF കൂട്ടുകെട്ട് ഗണേഷ് കുമാറിനും PC ജോർജിനും ലാഭമായി. ബാർക്കോഴയുടെ വിജയം കാര്യം ചില ആളുകൾ പൊക്കിപ്പിടിക്കുന്നുണ്ട്. ബാർക്കോഴ ബാധിച്ചിരുന്നെങ്കിൽ പാലായിലല്ലേ ബാധിക്കേണ്ടത്? പാലായില് ഒമ്പിച്ച ഭൂരിപക്ഷം നൽകി ജനങ്ങൾ എന്നെ വിജയം തന്റെ രാഷ്ട്രീയ കളങ്കം മാറ്റിയതായി അവകാശപ്പെട്ട് KM മാണി രംഗത്തെത്തിയപ്പോൾ സത്യത്തിൽ സംഭവിച്ചത് മറിച്ചാണ്. 2010 818 സീറ്റുകളിൽ വിജയിച്ച കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് സംസ്ഥാനമെമ്പാടും 630 സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാനായത്. കഴിഞ്ഞ തവണ വിജയിച്ച 188 സീറ്റുകളിൽ ഇക്കുറി മാണി വിഭാഗം സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടു. KM മാണിയുടെ മണ്ഡലമായ പാലയിലെ ആകെയുള്ള 163 സീറ്റുകളിൽ 88 സീറ്റുകളിൽ മാത്രമാണ് UDFന് വിജയിക്കാനായത്. ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടന്റെ മണ്ഡലമായ ഇരിങ്ങാലക്കുടയിലും UDF പുറകിൽ പോയി. എന്നാൽ UDFനൊപ്പം ചേർന്ന PC ജോർജ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥി മാണിയുടെ വിശ്വസ്തയും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ നിർമ്മല ജിമ്മിയെ പരാജയപ്പെടുത്തി. കളം മാറ്റി ചവിട്ടിയ RSPക്കും സീറ്റുകളിൽ ഏറെ നഷ്ടമുണ്ടായി. RSPയുടെ ഏകമന്ത്രി ഷിബു ബേബി ജോൺ പ്രതിദാനം ചെയ്യുന്ന ചവറ, ASIസിന്റെ ഇരവിപുരം, കോവൂർ കുഞ്ഞുമോന്റെ കുന്നത്തൂർ എന്നിവ RSPക്ക് നഷ്ടമായി. RSP-B എന്നിവയുടെ ലയനം ശക്തി കൂട്ടി എന്ന അവകാശവാദത്തിനും തിരിച്ചടി നേരിട്ടു. 2010 RSP-B 13 സീറ്റുകൾ നേടിയപ്പോൾ ഇടതുപക്ഷത്തായിരുന്ന RSPക്ക് 70 സീറ്റുകൾ ലഭിച്ചു. ലയനത്തോടെ 83 സീറ്റുകൾ ലഭിച്ച RSPക്ക് ഇത്തവണ 54 സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാനായത്. എന്നാൽ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന PC ജോർജിന്റെ ഈരാറ്റുപേട്ടയും ഗണേഷ് കുമാറിന്റെ പത്തനാപുരത്തും LDF മേധാവിത്വം നേടി. ഇടതുപക്ഷത്തേക്ക് മാറിയവർ നിലമെച്ചപ്പെടുത്തി. എന്നാൽ ഐക്യജനാധിപത്യ മുന്നണിയിലേക്ക് കൂറുമാറിയവർക്ക് നഷ്ടമുണ്ടായി എന്നാണ് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വെള്ളാപ്പള്ളി നടേശന്റെ എതിർചേരിയിലുള്ള ശ്രീനാരായണ ധർമ്മവേദിയുടെ സഹായത്തോടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 8ഓളം സീറ്റുകളിൽ BJP വിജയിച്ചതായി ധർമ്മവേദി നേതാവ് ബിജു രമേശിന്റെ വെളിപ്പെടുത്തൽ. പീപ്പിൾ TVയുടെ തെരഞ്ഞെടുപ്പ് വിശകലന പരിപാടിയായ മഹായുദ്ധത്തിലാണ് BJPയുടെ രാഷ്ട്രീയ നാടകം പുറത്തായത്. വെളിപ്പെടുത്തൽ ശരിവയ്ക്കുന്നതായി മാറി. ചർച്ചയിൽ ഒപ്പമുണ്ടായിരുന്ന BJP നേതാവ് പത്മകുമാറിന്റെ അവസരോചിതമായ ഒഴിഞ്ഞുമാറ്റം. ശത്രുവിന്റെ ശത്രുവിനെ മിത്രമാക്കുന്നത് ബുദ്ധിപരമായ നീക്കമാണ്. പക്ഷേ സ്വാർത്ഥലാഭത്തിനായി മിത്രത്തിന്റെ ശത്രുവുമായി കൂട്ടുകൂടുന്നത് ആത്മവഞ്ചനയെന്നാണ് പൊതുമതം. ഈ തത്വം ഉപയോഗിച്ചാണ് BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ 8ഓളം സീറ്റുകൾ നേടിയതെന്ന വെളിപ്പെടുത്തലുകൾക്ക് വേദിയായി മാറി കൈരളി പീപ്പിൾ TVയുടെ ചീഫ് എഡിറ്റർ ജോൺ ബ്രിട്ടാസ് നടത്തിയ കഴിഞ്ഞ ദിവസത്തെ മഹായുദ്ധം രാഷ്ട്രീയ വിശകലന പരിപാടി.
വെള്ളാപ്പള്ളിയുമായി പരസ്യബാന്ധവം തുടരുമ്പോൾ തന്നെ വെള്ളാപ്പള്ളിയുടെ ജന്മശത്രുവായ ശ്രീനാരായണ ധർമ്മവേദിയുമായി രഹസ്യബാന്ധവം നടത്തിയാണ് BJP രാഷ്ട്രീയ ലാഭമുണ്ടാക്കിയതെന്ന് ധർമ്മവേദി നേതാവ് ബിജു രമേശ് ചർച്ചയ്ക്കിടയിൽ തുറന്നടിച്ചു. പ്രാദേശിക ബന്ധങ്ങളുള്ള സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് BJP-യുമായി സഖ്യം കൂടേണ്ടി വന്നു. അതിനുള്ള പ്രയോജനം ആ സ്ഥലങ്ങളിലേക്ക് BJP-ക്ക് ഉണ്ടാകുകയും പ്രയോജനം ഏത് നിങ്ങൾക്ക് കിട്ടിയോ പ്രയോജനം? അവിടെ BJP ജയിക്കുകയും ചെയ്തു. അതിൽ സന്തോഷമേ ഉള്ളൂ. അതിൽ വെള്ളാപ്പള്ളിയൊന്നും അവിടെ പറഞ്ഞാൽ ജയിക്കാത്ത സ്ഥലങ്ങളിലാണ് അവർ നമ്മളോട് അഭ്യർത്ഥിച്ചത്. ആദ്യമായിട്ടാണ്, അതായത് വെള്ളാപ്പള്ളിയുടെ എതിർ ക്യാമ്പിലുള്ള ധർമ്മവേദിക്കാര് BJP-യെ പിന്തുണച്ചിരുന്നുവെന്നും അതിന്റെ പ്രയോജനമാണ് BJP-ക്ക് തിരുവനന്തപുരത്ത് കിട്ടിയെന്നുള്ള പ്രഖ്യാപനം ആവശ്യപ്പെട്ടിരുന്നു. BJP-ക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ആവശ്യം ഒരു പക്ഷേ ഇതാദ്യമായിട്ട് പുതിയ വെളിപ്പെടുത്തൽ. അങ്ങനെ ഒരു 5-6 വാർഡ് കിട്ടിയോ അവർക്ക്? തീർച്ചയായിട്ടും. എത്ര വാർഡ് കിട്ടിയിട്ടുണ്ടാവും? 8 വാർഡ് കിട്ടി. 8 വാർഡ്. എന്നാൽ അപ്രിയ സത്യമായതുകൊണ്ടാകണം ആ വെളിപ്പെടുത്തലിനെ നിഷേധിക്കാൻ BJP നേതാവ് പത്മകുമാറിന് കഴിയാതെ പോയത്. അല്ല, എന്താണ് ഉദ്ദേശം എന്ന് എനിക്ക് ഈ രാഷ്ട്രീയ നാടകത്തിന്റെ പൊരുളറിയാൻ ചർച്ചയിൽ ഒപ്പമുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകൻ അജിത് കുമാറും CPI നേതാവ് ബിനോയ് വിശ്വവും ആവർത്തിച്ച് ശ്രമിച്ചെങ്കിലും മനസ്സ് തുറക്കാൻ പത്മകുമാറിന് കഴിഞ്ഞില്ല. വെള്ളാപ്പള്ളിയുടെ വഞ്ചിക്കകത്ത് അടുത്ത കാല് ഈ വഞ്ചിക്കകത്തും ധർമ്മവേദിയുടെ വോട്ട് BJP ഇവിടെ അഭ്യർത്ഥിച്ചിട്ടുണ്ടോ? അദ്ദേഹം തന്നെ പറയട്ടെ, ആരാണ് അഭ്യർത്ഥിച്ചത്? ആ പ്രദേശത്തേക്ക് നമുക്ക് സ്വാധീനങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങൾ, ആറ്റുകാൽ തൊട്ട് പല സ്ഥലങ്ങളിലുള്ളവർ വന്ന് കണ്ടു. ജില്ലയുടെ നേതാക്കന്മാരും എല്ലാം വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ കൈ കൊടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി BJP കൂട്ടുകെട്ട് ഒരു രാഷ്ട്രീയ നേട്ടവും ഉണ്ടാക്കിയില്ലെന്ന് ജനവിധി തെളിയിക്കുമ്പോൾ തന്നെ ധർമ്മവേദിയുടെ സംഭാവന BJPക്ക് നേട്ടമുണ്ടാക്കിയെന്ന സത്യവും പുറത്തുവരുന്നു. ഈ സത്യം തിരിച്ചറിഞ്ഞ് ആരെ തള്ളണം ആരെ കൊള്ളണം എന്ന ആശയക്കുഴപ്പത്തിൽ BJP നിൽക്കുമ്പോൾ യുദ്ധക്കളത്തിൽ അടവുകൾ പിഴച്ച് ഒരിക്കൽ കൂടി അപഹാസ്യനായി മാറിയിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. BJ വിനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പീപ്പിൾ TV തന്റെ ചങ്കും ചോരയും എടുത്തെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. SNDP BJP സഖ്യം തെരഞ്ഞെടുപ്പിൽ കാര്യമായ ഒരു ചലനവും സൃഷ്ടിക്കാതെ പോയ സാഹചര്യത്തിൽ പീപ്പിളിനോട് പ്രതികരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. ഹലോ, ശ്രീ വെള്ളാപ്പള്ളി, ഇത് ജോൺ ബ്രിട്ടാസ് ആണ്, പീപ്പിൾ സ്റ്റുഡിയോ. ജോൺ ബ്രിട്ടാസ് പണി കുറെ ചെയ്തില്ലേ? അതുകൊണ്ട് പണി ചെയ്ത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ല. ഇയാൾ വന്ന് ഇങ്ങനെ പറയാനുണ്ട്, നമുക്ക് മുഖാമുഖം സംസാരിക്കാം. പണി കുറെ നിങ്ങൾ എന്റെ ചോരയും കരളും എത്തിക്കുള്ളൂ. അതുകൊണ്ട് പ്ലീസ് ഞാൻ ഒന്നും പറയുന്നില്ല. തെരഞ്ഞെടുപ്പ് ഫലത്തോട് പ്രതികരിക്കാൻ പീപ്പിൾ TV ന്യൂസ് റൂമിൽ നിന്നും ടെലിഫോണിൽ വിളിച്ചപ്പോൾ വെള്ളാപ്പള്ളി നടത്തിയ പരാമർശമാണിത്. വെള്ളാപ്പള്ളിയെ പീപ്പിൾ TV ദ്രോഹിച്ചുവെന്ന അർത്ഥത്തിലുള്ള ഈ പരാമർശം നടത്തിക്കൊണ്ട് ചാനലിനോട് തുടർന്ന് സംസാരിക്കാൻ വെള്ളാപ്പള്ളി വിസമ്മതിക്കുകയും ചെയ്തു. വെള്ളാപ്പള്ളി രാഷ്ട്രീയ രംഗപ്രവേശത്തിന് തയ്യാറെടുത്തപ്പോൾ പീപ്പിൾ TV പുറത്തുകൊണ്ടുവന്ന ചില വൻ വാർത്തകളാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചത്. മൈക്രോ ഫിനാൻസിന്റെ മറവിൽ വെള്ളാപ്പള്ളി നടത്തുന്ന വൻ തട്ടിപ്പാണ് രേഖാമൂലം പീപ്പിൾ പുറത്തുവിട്ട ആദ്യ വാർത്ത. സ്വാമി ശാശ്വതികാനന്ദ കൊല്ലപ്പെട്ടതാണെന്ന വെളിപ്പെടുത്തൽ അതിനു പിന്നാലെ ചാനൽ പുറത്തുവിട്ടു. വെള്ളാപ്പള്ളിയും കുടുംബവും നടത്തുന്ന ബിൽ ചിറ്റ്സിനെതിരായ ഓഡിറ്റ് റിപ്പോർട്ടാണ് അതിനുശേഷം ചാനൽ പുറത്തുവിട്ടത്. സ്വാമി ശാശ്വതികാനന്ദ കൊല്ലപ്പെട്ടതാണെന്നും അതിന്റെ സൂത്രധാരന്മാർ വെള്ളാപ്പള്ളിയും തുഷാറുമാണെന്നുമുള്ള പ്രവീൺ വധക്കേസ് പ്രതി സജീഷിന്റെ ദൃശ്യമൊഴിയും പീപ്പിൾ തന്നെയാണ് ജനങ്ങളിലേക്ക് എത്തിച്ചത്. ഈ വാർത്തകളിൽ ഒന്നിന്റെ പോലും ഉള്ളടക്കം നിഷേധിക്കുന്ന എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കാൻ ഇതുവരെ വെള്ളാപ്പള്ളിക്ക് കഴിഞ്ഞിട്ടില്ല. അതിനും പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് ഫലം എതിരായപ്പോൾ വെള്ളാപ്പള്ളി നടത്തിയ ഈ പരാമർശം. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തെയാകെ നയിച്ചുകൊണ്ട് പീപ്പിൾ TV നടത്തിയ മാധ്യമ ഇടപെടലുകൾക്കുള്ള പരോക്ഷ അംഗീകാരമായാണ് ഞങ്ങൾ ഈ പരാമർശത്തെ വിലയിരുത്തുന്നത്. ഹലോ, ശ്രീ വെള്ളാപ്പള്ളി, ഇത് ജോൺ ബ്രിട്ടാസ് ആണ്, പീപ്പിൾ സ്റ്റുഡിയോ. ജോൺ ബ്രിട്ടാസ് പണി കുറെ ചെയ്തില്ലേ? അതുകൊണ്ട് പണി ചെയ്ത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ല. ഇയാൾ വന്ന് ഇങ്ങനെ പറയാനുണ്ട്, നമുക്ക് മുഖാമുഖം സംസാരിക്കാം. പണി കുറെ നിങ്ങൾ എന്റെ ചോരയും കരളും എടുത്തല്ലേ അവസാനിപ്പിക്കുള്ളൂ. അതുകൊണ്ട് പ്ലീസ് ഞാൻ ഒന്നും പറയുന്നില്ല. വെള്ളാപ്പള്ളി, നിങ്ങളെപ്പോലെ ഇങ്ങനെ പരിണതപ്രജ്ഞനായിട്ടുള്ള ഒരു സമുദായ നേതാവ് ഇതുപോലെ ഇങ്ങനെ ഖിന്നനായാലോ? വെള്ളാപ്പള്ളി ഇങ്ങനെ പ്രതികരിച്ചില്ലെങ്കിലേ അതിശയമുള്ളൂ. കോട്ടയം, ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ SNDP BJP സഖ്യം വലിയ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് വെള്ളാപ്പള്ളി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഒരു ചലനവും സൃഷ്ടിക്കാനായില്ല. സ്വന്തം വാർഡിൽ പോലും വെള്ളാപ്പള്ളി പിന്നാക്കം പോയിരിക്കുന്നു. BJP സ്വന്തം നിലയ്ക്ക് കൈവരിച്ച വിജയങ്ങൾക്ക് വെള്ളാപ്പള്ളിക്ക് കാര്യമായ ഒരു സംഭാവനയും നൽകാനായിട്ടില്ല. ഇനി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് സമത്വ മുന്നേറ്റ മുന്നണി രൂപീകരിക്കപ്പെടുമോ എന്നതാണ്. അഥവാ രൂപീകരിക്കപ്പെട്ടാൽ തന്നെ BJP എത്രത്തോളം അതിനെ പിന്തുണയ്ക്കുമെന്നും കണ്ടറിയണം.
പൊളിറ്റിക്കൽ ഡെസ്ക്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം മാറ്റുന്നു. ഇപ്പോഴത്തെ വോട്ടിംഗ് പ്രകാരം നിയമസഭാ മണ്ഡലങ്ങളിൽ UDF-ന് ഭൂരിപക്ഷം നഷ്ടമാകും. കൂടുതൽ മണ്ഡലങ്ങളും LDF-നൊപ്പമാവുകയും ചെയ്യും. 2 മണ്ഡലങ്ങളിൽ BJP മേൽക്കൈ നേടിയിട്ടുണ്ട്. പുതിയ വോട്ടിംഗ് അനുസരിച്ച് നിയമസഭയിൽ UDF-ന് 56 സീറ്റ് മാത്രം, LDF-ന് 82. തിരുവനന്തപുരവും നേമവും BJP-ക്ക്. 8 മന്ത്രിമാരുടെ മണ്ഡലങ്ങളിൽ UDF-ന് ഭൂരിപക്ഷം നഷ്ടമായി. KP മോഹനൻ, MK മുനീർ, മഞ്ഞളാംകുഴി അലി, CN ബാലകൃഷ്ണൻ, ഇബ്രാഹിം കുഞ്ഞ്, ഷിബു ബേബി ജോൺ എന്നിവരാണ് മണ്ഡലനഷ്ടത്തിന്റെ ഭീഷണിയിലാകുന്ന മന്ത്രിമാർ. RSPയുടെയും ജനതാദളിന്റെയും ഏക മന്ത്രിമാർ ഈ പട്ടികയിൽ വന്നതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം തന്നെയുണ്ട്. ലീഗിന്റെ 5-ൽ 3 മന്ത്രിമാരും ഈ പട്ടികയിൽ വന്നതും രാഷ്ട്രീയമായി ശ്രദ്ധേയമാണ്. ക്യാബിനറ്റ് പദവിയുള്ള ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടന്റെ മണ്ഡലവും UDF-ന്റെ നഷ്ടത്തിന്റെ പട്ടികയിലാണ്. RSPക്ക് മന്ത്രി ഷിബു ബേബി ജോണിന്റെ മണ്ഡലം മാത്രമല്ല, സംസ്ഥാന സെക്രട്ടറി AA അസീസിന്റെയും കോവൂർ കുഞ്ഞുമോന്റെയും മണ്ഡലങ്ങളും നഷ്ടപ്പെടും. ഇതോടെ പുതിയ വോട്ടിംഗ് അനുസരിച്ച് RSPക്ക് നിയമസഭയിൽ പ്രാതിനിധ്യം പോലും ഉണ്ടാകില്ല എന്ന നില വരും. UDF-മായി വേർപിരിഞ്ഞു നിൽക്കുന്ന PC ജോർജിന്റെയും KB ഗണേഷ് കുമാറിന്റെയും മണ്ഡലങ്ങൾ LDF ആധിപത്യത്തിലായി. ഇതിനും രാഷ്ട്രീയ പ്രാധാന്യമേറെയാണ്. BJP മുന്നിൽ വരുന്ന തിരുവനന്തപുരത്തും നേമത്തും UDF 3-ാം സ്ഥാനത്താണ്. ഇതും രാഷ്ട്രീയമായി പ്രാധാന്യമർഹിക്കുന്നു. പൊളിറ്റിക്കൽ ഡെസ്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇടതുമുന്നണി നേടിയ നേട്ടങ്ങളെക്കുറിച്ചാണ് ദിനപത്രങ്ങളിലെ മുഖപ്രസംഗങ്ങൾ. ഇടതുമുന്നണി വിജയം വൻ മുന്നേറ്റമാണെന്ന ദിനപത്രങ്ങളിലെ തലക്കെട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ ചായ്വ് മാറിമറിഞ്ഞു എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ടാണ് മലയാളത്തിലെ മുഖ്യധാരാ പത്രങ്ങൾ തെരഞ്ഞെടുപ്പ് വിധിയെ വിലയിരുത്തിയത്. കേരളം വീണ്ടും ചുവന്നിരിക്കുന്നു എന്ന് നേരിട്ട് പറഞ്ഞുകൊണ്ട് മാതൃഭൂമി ആ പ്രവണതയ്ക്ക് മുന്നിൽ നിന്നു. ജനവിധിയുടെ പിന്നിലെ കാരണങ്ങളിലേക്ക് എല്ലാ മുഖപ്രസംഗങ്ങളും കടക്കുന്നുണ്ട്. ദേശഭരണത്തിന്റെ ദിശാസൂചിയാണ് തെരഞ്ഞെടുപ്പ് വിധിയെന്ന് മലയാള മനോരമ നിരീക്ഷിച്ചു. ഭരണത്തിന്റെ വിലയിരുത്തൽ എന്ന മുഖപ്രസംഗത്തിലൂടെ കേരള കൗമുദിയും ഇതേ വികാരം പങ്കിടുന്നു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പായതിനാൽ ജനവിധിയിൽ രാഷ്ട്രീയം കാണാനാവില്ലെന്ന വാദത്തെ ദീപിക തള്ളിപ്പറയുന്നു. തെരഞ്ഞെടുപ്പ് വിധിയുടെ രാഷ്ട്രീയമായ വിശകലനം തികച്ചും ആവശ്യമാണെന്ന് അവരുടെ മുഖപ്രസംഗം പറയുന്നു. ബാർക്കോഴ മുതൽ ബീഫ് വിവാദം വരെ തെരഞ്ഞെടുപ്പ് വിധിയിൽ സ്വാധീനിച്ചുവെന്ന് വിവിധ പത്രങ്ങൾ ഒരേ സ്വരത്തിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. കാറ്റിടത്തേക്ക് താമര തഴുകി കേരളമെന്ന് മലയാള മനോരമയും, ഇടത്തേക്കെന്ന് മാതൃഭൂമിയും, ഇടതു മുന്നേറ്റമെന്ന് മാധ്യമവും, ഇടതുകുതിപ്പ് താമരത്തിളക്കം UDF-ന് തിരിച്ചടിയെന്ന് കേരള കൗമുദിയും, ഇരച്ചുകയറി ഇടതുപക്ഷമെന്ന് മംഗളവും തെരഞ്ഞെടുപ്പ് വിധിക്ക് തലക്കെട്ടുകൾ നൽകുന്നു. LDF റോസ് ബാക്ക്, BJP മേക്സ് എ മാർക്ക് എന്ന അന്ത്യാക്ഷരപ്രാസമുള്ള തലക്കെട്ടാണ് ഹിന്ദുവിന്റേത്. ഇന്ത്യൻ എക്സ്പ്രസ് പറയുന്നത് ദ റെഡ് റൈസിംഗ് എന്നുമാണ്. പൊളിറ്റിക്കൽ ഡെസ്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം LDF-ന് കരുത്താകുമ്പോൾ UDF-ൽ രൂക്ഷമായ കലഹത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനം LDF-ന് മിന്നുന്ന വിജയം സമ്മാനിച്ചപ്പോൾ അഴിമതിയും ഘടകകക്ഷികൾ തമ്മിലുള്ള മത്സരവും UDF-ന് തിരിച്ചടിയായി. ഇത് വരും ദിവസങ്ങളിൽ മുന്നണിക്കുള്ളിൽ പൊട്ടിത്തെറിക്ക് ഇടയാക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സെമിഫൈനലായാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ കേരളം വിശേഷിപ്പിച്ചത്. സെമിഫൈനലിൽ ഉജ്ജ്വല വിജയം നേടാനായത് LDF-ന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇടതുമുന്നണി എന്നുള്ള നിലയിൽ ഒരുമയോടെ പ്രവർത്തിക്കാനായതും UDF-നും BJP-ക്കുമെതിരെ ശക്തമായ പോരാട്ടം നടത്താൻ കഴിഞ്ഞതും നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു. ബാർക്കോഴ ഉൾപ്പെടെ സർക്കാരിനെതിരെ ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിൽ LDF-ന് വിജയിക്കാനായി. ഒപ്പം ജാതി രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിലും നേതൃത്വം വിജയിച്ചു. BJP SNDP സഖ്യം തുറന്നുകാട്ടുന്നതിലും LDF-ന് വിജയിക്കാനായി. രാജ്യത്തെമ്പാടും ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിലും ബീഫ് വിഷയത്തിലും LDF നിലപാട് നിർണായകമായി മാറി. BJP RSS നിലപാടുകൾക്കെതിരെ UDF-ഉം മുഖ്യമന്ത്രിയും മൃദുസമീപനം കൈക്കൊണ്ടത് തുറന്നുകാട്ടാനും LDF നേതൃത്വത്തിന് കഴിഞ്ഞു. സർക്കാരിന്റെ വിലയിരുത്തലാകും തെരഞ്ഞെടുപ്പെന്നായിരുന്നു മുഖ്യമന്ത്രിയും UDF നേതൃത്വവും പറഞ്ഞിരുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം UDF-നുള്ളിൽ വലിയ പൊട്ടിത്തെറികൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. 11-12 തീയതികളിൽ KPCC നേതൃയോഗം ചേരാനിരിക്കെ നേതാക്കളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ അതുതന്നെയാണ് വ്യക്തമാക്കുന്നതും. കോൺഗ്രസിനുള്ളിൽ തന്നെയും ഘടകകക്ഷികളുമായുള്ള ഏറ്റുമുട്ടലിനുമാണ് തെരഞ്ഞെടുപ്പ് ഫലം വഴിവെച്ചിരിക്കുന്നത്. UDF-ന് തിരിച്ചടിയായ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ധനമന്ത്രി KM മാണിക്കെതിരെ ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട് കോടതിയുടെ കണ്ടെത്തൽ തന്നെയാണ്. KPCC നേതൃയോഗത്തിൽ KM മാണി രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായി ഉയരും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് മാണിയെ സംരക്ഷിച്ചിരുന്നത് എന്ന വികാരവും UDF-ലും കോൺഗ്രസിലും ശക്തമാണ്. തൊലിപ്പുറത്തുള്ള ചികിത്സ പോരാ എന്ന ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന വ്യക്തമാക്കുന്നതും അതുതന്നെ. KPCC അധ്യക്ഷൻ VM സുധീരനും കടുത്ത നിലപാടിലേക്കാണ് പോകുന്നതെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. BJP-ക്കും RSS-നുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ നേതൃത്വത്തിന് വീഴ്ച പറ്റിയതായും വിലയിരുത്തപ്പെടുന്നു. ഇത് UDF-നുള്ള പരമ്പരാഗത വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തിയതായി നേതാക്കൾ സമ്മതിക്കുന്നു. ലീഗ് കോട്ടകളിൽ LDF-നുണ്ടായ വിജയം ഇത് ചൂണ്ടിക്കാണിക്കുന്നുവെന്നും നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. RSPക്കും JDU-നും ഉണ്ടായ വൻ തിരിച്ചടിയും നേതൃത്വത്തിന് തലവേദനയായിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുകക്ഷികളും എന്ത് നിലപാട് സ്വീകരിക്കും എന്നതും ശ്രദ്ധേയം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. MLA സ്ഥാനം നാളെ രാജിവെക്കുമെന്ന് PC ജോർജ്. നാളെ നിയമസഭാ സ്പീക്കറുടെ ഹിയറിംഗിന് പോകുമ്പോൾ സ്പീക്കറുടെ സമീപനം മോശമാണെങ്കിൽ നാളെ തന്നെ രാജിവെക്കും. തന്നോടൊപ്പം ഉമ്മൻചാണ്ടിയും KM മാണിയും രാജിവെച്ചാൽ ഒരുമിച്ചിറങ്ങാമായിരുന്നുവെന്നും PC ജോർജ് കൊച്ചിയിൽ പറഞ്ഞു.
കേരള കോൺഗ്രസ് സെക്യുലർ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്ത ശേഷമാണ് ഉടൻ MLA സ്ഥാനം രാജിവെക്കുമെന്ന് PC ജോർജ് ഒന്നുകൂടെ പറഞ്ഞത്. PC ജോർജിനെതിരെ മാണി ഗ്രൂപ്പ് നൽകിയ പരാതിയിൽ മൊഴി നൽകുന്നതിന് നാളെ നിയമസഭാ സ്പീക്കർ PC ജോർജിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്പീക്കറുടെ സമീപനം മോശമാണെങ്കിൽ അപ്പോൾ തന്നെ രാജിവെക്കുമെന്ന് PC ജോർജ് പറഞ്ഞു. നാളെ ഹാജരായി അതായത് സമീപനം മാന്യമാണെങ്കിൽ അദ്ദേഹമായിട്ട് ആലോചിച്ച് സമയം ഫിക്സ് ചെയ്തേക്കാം. രാജിയുടെ സമയം അദ്ദേഹമായിട്ട് ആലോചിച്ച് തീരുമാനിക്കും. അതല്ല സമീപനം മോശമാണെങ്കിൽ അപ്പം തന്നെ കൊടുത്തിട്ട് പോന്നാലെന്ന് ആലോചിച്ച് രാജി സന്നദ്ധതയോടുകൂടിയായിരിക്കും നാളെ സ്പീക്കറെ കാണുക. സംശയം വേണ്ട. ഉമ്മൻചാണ്ടിയും മാണിയും രാജിവെച്ചാൽ ഒരുമിച്ചിറങ്ങാമെന്നും PC ജോർജ് കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും KM മാണിയും കൂടെ രാജിവെച്ചാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇറങ്ങാമായിരുന്നു. ഉമ്മൻചാണ്ടി കൂടെ ഒന്ന് ഇറങ്ങേണ്ടതാണ്. ന്യായമല്ലേ? ഇവിടുത്തെ സംഘപരിവാറുമായിട്ട് ഒളിച്ച് കച്ചവടം നടത്തി ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തിയ ഗവൺമെൻറ്, സരിതപ്രിയനായ ഒരു ഗവൺമെൻറ് രാജിവെച്ചേ മതിയാവൂ. ഉമ്മൻചാണ്ടിയും രാജിവെക്കണം, മാണിയും രാജിവെക്കണം. KM മാണിയുടെ തട്ടകമായ പാലാ മുനിസിപ്പാലിറ്റിയിൽ കേരള കോൺഗ്രസ് എമ്മിന് നഷ്ടമാണുണ്ടായത്. ബാർ കേസിൽ കാശ് വാങ്ങിയില്ല എന്ന് പറയുന്നത് പോലെയാണ് പാലാ മുനിസിപ്പാലിറ്റിയിൽ ജയിച്ചെന്ന് പറഞ്ഞ് മാണി ലഡു വിതരണം ചെയ്തതെന്നും PC ജോർജ് കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. എറണാകുളം ചേറായിൽ CPIM ഓഫീസിനും AKG വായനശാലയ്ക്കും തീയിട്ടു. BJP പ്രവർത്തകരാണ് സംഭവത്തിന് പിന്നിലെന്ന് CPIM ആരോപിച്ചു. കഴിഞ്ഞ കുറച്ചു നാളുകളായി CPIM BJP സംഘർഷം നിലനിൽക്കുന്ന സ്ഥലമാണിത്. പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. ചെറായി കരിത്തലയിലുള്ള AKG വായനശാലയും CPM ചെറായി ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസുമാണ് തീവെച്ച് നശിപ്പിച്ചത്. BJP പ്രവർത്തകരാണ് സംഭവത്തിന് പിന്നിലെന്നാണ് CPM നേതൃത്വം പറയുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി CPM പ്രവർത്തകരും BJP പ്രവർത്തകരും തമ്മിൽ സംഘർഷം നടക്കുന്ന പ്രദേശമാണിത്. എന്നാൽ മുനമ്പം പോലീസിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടും ഇതുവരെയും പോലീസ് കേസെടുത്ത് തുടർ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നാണ് CPM ആരോപിക്കുന്നത്. രാവിലെ ക്ഷീരകർഷക സംഘത്തിലെത്തിയവരാണ് വായനശാലയും ബ്രാഞ്ച് ഓഫീസും കത്തുന്നത് കണ്ടത്. ഇവർ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലെത്തിയ 2 യൂണിറ്റ് ഫയർഫോഴ്സാണ് തീയണച്ചതും. ഫോറൻസിക് വിദഗ്ധർ സംഭവസ്ഥലം സന്ദർശിച്ച് തെളിവുകൾ ശേഖരിച്ചു. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തെരഞ്ഞെടുപ്പിൽ തോറ്റ വയനാട് DCC സെക്രട്ടറി PV ജോൺ തൂങ്ങി മരിച്ചു. മാനന്തവാടിയിലെ പാർട്ടി ഓഫീസിലാണ് PV ജോണിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാനന്തവാടി നഗരസഭാ തെരഞ്ഞെടുപ്പിൽ 4ാം സ്ഥാനത്തായിരുന്നു ജോൺ എത്തിയത്. ഇന്ന് രാവിലെ 8:30യോടെയാണ് കൊയിലേരിയിലെ വീട്ടിൽ നിന്നും PV ജോൺ ഓഫീസിലെത്തിയത്. 9 മണിയോടെ ഓഫീസിലെത്തിയ കോൺഗ്രസ് പ്രവർത്തകരാണ് മൃതദേഹം കണ്ടത്. ആദ്യം സീറ്റ് നിഷേധിക്കപ്പെട്ട ജോൺ പിന്നീട് മാനന്തവാടി നഗരസഭയിലെ 34ാം വാർഡിൽ നിന്നാണ് മത്സരിച്ചത്. ഇവിടെ ജില്ലാ നേതൃത്വത്തിന്റെ മൗനാനുവാദത്തോടെ UDF വിമതനും മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മത്സരരംഗത്തുണ്ടായിരുന്നു. ഫലം വന്നപ്പോൾ PV ജോൺ 4ാം സ്ഥാനത്തായി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഇവിടെ ജയിച്ചത്. ഐ ഗ്രൂപ്പിനുള്ളിലെ തന്നെ തർക്കമാണ് UDFന് മുൻതൂക്കമുള്ള ഡിവിഷനിലെ വലിയ തോൽവിക്ക് കാരണമെന്ന് ആരോപണമുണ്ടായിരുന്നു. ഇതിന്റെ പേരിൽ മോർച്ചറിയുടെ മുൻപിൽ വെച്ച് പോലും കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി. തോൽവിയിൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ജോണെന്ന് അടുപ്പമുള്ളവർ പറയുന്നു. വടക്കേ വയനാട്ടിലെ പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്ന PV ജോൺ മാനന്തവാടി പഞ്ചായത്തിൽ 3 പതിറ്റാണ്ടോളം ജനപ്രതിനിധിയായിരുന്നു. മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ടൗൺഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. ഇതിനിടെ ഇന്ന് പുലർച്ചെ DCC പ്രസിഡന്റ് KL പൗലോസിന്റെ വീടിന് നേരെ അജ്ഞാത സംഘത്തിന്റെ ആക്രമണമുണ്ടായി. കല്ലേറിൽ വീടിന്റെ ജനൽച്ചില്ലുകൾ തകർന്നു. ന്യൂസ് ബ്യൂറോ, വയനാട്.